യെസ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള നമ്മുടെ എജുപോർട്ടിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് ഇന്ന് മുതൽ തുടങ്ങാൻ പോവുകയാണ്. ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് ഫോർ ദിസ് ഇയർ. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കും ഇനി ആ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇനി ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾക്കും ഉള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ച് എന്തിനാന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. അവർ ആ ഒരു ലെവലിൽ പഠിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ളൊരു എക്സ്പോഷർ കിട്ടുന്നില്ല, അതിനുള്ളൊരു സാധ്യതയില്ല, ഒരു നല്ല ഫൗണ്ടേഷൻ കോഴ്സ് അവർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള ലെവലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ബാച്ച് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് വെറുതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇരുത്തി പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾ പഠിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ ബാച്ച് തുടങ്ങിയത്. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എന്ന വാക്ക് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അത്രയും ബേസിക്സ് നിങ്ങൾ പഠിപ്പിച്ച്, അത്രയും ബേസിക്സിൽ നിന്ന് നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങളൊരു വലിയ സ്ഥാനത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ വലിയൊരു ലെവലിലേക്ക് നിങ്ങളെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും. അതായത് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ചലഞ്ചുകൾ ഫേസ് ചെയ്യാനും നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ഒരു ഗോളും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫ് സെറ്റാക്കാനുള്ള ഒരു പാത്തിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എജുപോർട്ടിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് വളരെ ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ അടിപൊളിയായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ അടുത്ത അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചിൽ വരുന്ന ഓരോ കുട്ടികളും നമ്മൾ അത്രയും അടിപൊളിയായിട്ട് നമ്മൾ അത്രയും ലെവലുകളിൽ എത്തിക്കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. കാരണം നമ്മൾ ആ ഒരു ലെവലിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പം അത്രയും കമ്മിറ്റ്മെൻറ്റോടു കൂടിയും അത്രയും എന്താ പറയുക സിൻസിയറിറ്റിയോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ 7ാം ക്ലാസ് മുതൽ തന്നെ നമ്മളിങ്ങനെ കയ്യിലിട്ട് വളർത്തി നമ്മൾ നിങ്ങളെ +2 ഒക്കെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ കുട്ടികളും നമ്മളുടെ അതേ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, നിങ്ങൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, മറ്റു കുട്ടികളെ പോലെയല്ല, നിങ്ങളുടെ ക്ലാസ് മുതലേ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ മാറാൻ പോവുകയാണ്. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ ബാക്കിലാവുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിച്ച് തുടങ്ങുമ്പോഴേക്ക് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അതാണ് ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും, എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഷെഡ്യൂൾ പറയുന്ന സമയത്ത് phase 1 ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ April 17 തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങുന്നത് 8th and 9th സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ April 17 ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 7th and 10th കുട്ടികൾക്ക് നമ്മൾ April 21 ഓക്കെ, April 21 നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 4 days ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ 3 ഫേസുകളായിട്ടാണ് നിങ്ങളുടെ ഒരു ലേണിംഗ് ജേർണി നമ്മളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ phase 1 ആണെന്നുണ്ടെങ്കിൽ April 17 മുതൽ November 30 വരെയാണ് നമ്മളുടെ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഈ 17 മുതൽ 30 വരെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ തരുന്നുണ്ടാകും. ഓരോ ദിവസം നിങ്ങൾക്ക് ഡെയിലി സ്കെഡ്യൂൾസ് ഉണ്ടാകും. ആ സ്കെഡ്യൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ തരുന്ന ക്ലാസ്സസ് ഡെയിലി നിങ്ങൾ കണ്ട് തീർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് ആ ചാപ്റ്ററിൻ്റെ സൂം മീറ്റിംഗ്സ് ഉണ്ടാവും. സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് ആ ടീച്ചറുമായിട്ട്, ക്ലാസ് എടുത്ത ടീച്ചേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും ആ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുമൊക്കെയാണ് ഈ ഒരു സൂം മീറ്റിംഗ് നമ്മൾ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് എക്സാമുകളും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, ഒരു November 30 കൂടി നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു കഴിയും. എല്ലാ കണ്ടന്റുകളും നമ്മുടെ എജുപോർട്ട് ആപ്പിൽ എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് November 30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ December 21 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്രയും ദിവസം വെക്കേഷൻ ആണോ? അല്ല, ഈ ഒരു സമയത്ത് നമ്മൾ അത്രയും കാലം പഠിച്ചതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നൊരു സമയമാണ് December 21 വരെയുള്ള നമുക്കുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനിടയിൽ നമ്മൾ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പിന്നെ അടുത്ത ഫേസിൽ December 21 മുതൽ February 8 വരെയുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മളൊരു 40 day ചലഞ്ച് പോലെയാണ് നമ്മൾ നിങ്ങൾക്ക് തരിക. അപ്പോൾ ഒരു 40 day ചലഞ്ചിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു പ്ലാന്. ഇത് കഴിഞ്ഞ് February 8 മുതൽ March 30 വരെ നിങ്ങൾ നിങ്ങളുടെ പബ്ലിക് എക്സാംസും അതേപോലെ ഫൈനൽ എക്സാംസും ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക്
നിങ്ങളുടെ പബ്ലിക് എക്സാമിനും അതേപോലെ ഫൈനൽ എക്സാംസിനുള്ള സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ സ്പെഷ്യൽ ലൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, റിവിഷൻസും പിന്നെ അതിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഫേസുകളായിട്ടാണ് നിങ്ങളുടെ ഓരോ ക്ലാസ്സസും നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? സോ ഇവിടെ ക്ലാസ്സിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് സ്കെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ ഓരോ ഡെയിലി നിങ്ങൾക്ക് ടാസ്ക് തരും. ആ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾ കണ്ടു തീർക്കുക. അതിനുശേഷം വീക്കിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. മിസ് പറഞ്ഞ പോലെ ഫാക്കൾട്ടിയുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് കരിയർ ഗൈഡൻസ് സെഷൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ തരുന്നുണ്ടാകും. കരിയർ ഗൈഡൻസ് സെഷൻസ് ഉണ്ടാകും, എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ, നിങ്ങൾ നല്ലൊരു പൊസിഷനിലെത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഈ ബാച്ചിലൂടെ തന്നിട്ടുണ്ടാകും. ഓക്കെ, ദെൻ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരാൻ പോകുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഈ 4 സബ്ജക്ട്സിലെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അടിപൊളി കിടിലൻ, അതായത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു IQ ബൂസ്റ്ററും കൂടെ അതിനകത്ത് തരുന്നുണ്ട്. അതായത് ഒരു ഡെഡിക്കേറ്റഡ് മൊഡ്യൂൾ ഉണ്ടാവും, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ മൊഡ്യൂളും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ തരും. ഓക്കെ, അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് പോകാന്നുള്ളതല്ല, കംപ്ലീറ്റ്ലി നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു നെക്സ്റ്റ് ലെവലാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ആ ഉദ്ദേശം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഫുൾഫിൽ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. വളരെ അടിപൊളിയായിട്ടുള്ള, വളരെ സൂപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രീമിയം ആയിട്ടുള്ള പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ തരും. അത് പോസ്റ്റലായിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ എത്തിച്ചു തരും. ഓക്കെ, സോ അങ്ങനെ പോസ്റ്റലായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെ സൂണായിട്ട്, ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ മെറ്റീരിയൽസ് ഇറ്റ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ സ്റ്റഡി മെറ്റീരിയൽസിന് പുറമെ, അതായത് നമ്മളുടെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, ഫിസിക്കൽ സ്റ്റഡി മെറ്റീരിയൽസിന് പുറമെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസിബിൾ ആയിട്ട് ഒരുപാട് റിസോഴ്സസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈൻഡ് മാപ്പുകളുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസേഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓറിയൻറ്റേഷനിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പറഞ്ഞു തരുന്നുണ്ടാവും. ഇനി എന്തുകൊണ്ട് എജു പോർട്ടലിനെ നിങ്ങൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ എജു പോർട്ടലിൽ ജോയിൻ ചെയ്തു എന്ന് വെച്ച് എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്? കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി പൂളാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. IIT, NIT പാസ് ഔട്ട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളെ മോണിറ്റർ ചെയ്യാനും നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർ നിങ്ങൾക്ക് ഒരാൾക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, പഠിക്കുന്നില്ലേ, പഠിക്കുന്നുണ്ടോ, പാരൻസിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് പറയാനും കണക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിനെയും കൂടെ നമ്മൾ തരുന്നുണ്ട്. ഗെയിമിഫൈഡ് ലേണിംഗ് ആണ് അത്. നമ്മളെ ആപ്പ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രീക്സ്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കോയിൻസ്, അതേപോലെ ലീഡർ ബോർഡുകൾ, പിന്നെ അതുപോലെ നല്ല രസമുള്ള മെമേസ് ഒക്കെ വെച്ചിട്ട് വളരെ ഒരു ഗെയിമിഫൈഡ് രൂപത്തിലാണ് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. AI ട്രാക്കേഴ്സ് നമ്മുടെ ആപ്പിലുണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ്സും, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളത്, ഏതാണ് നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ്, എത്ര സമയം നിങ്ങൾ പഠിക്കുന്നുണ്ട്, മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ട് എന്നെല്ലാം AI നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് തരും. അപ്പോൾ ആ ഡേറ്റാസും നിങ്ങൾക്ക് ഈ ആപ്പിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഡെയിലി അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും കേട്ടോ. അത് നമ്മുടെ അഡാപ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള അഡാപ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീക്ക്ലി ടെസ്റ്റുകൾ, എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്. ക്യാച്ചപ്പ് ആൻഡ് റീഇൻഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാരണവശാൽ പെൻഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പെൻഡിങ് ടാസ്കിലുണ്ടാകും. അപ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്യാനുള്ള പ്രത്യേക ഷെഡ്യൂളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ നെക്സ്റ്റ് ലെവൽ ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എജു പോർട്ടൽ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഐ വോണ്ട് യു ഓൾ ടു ബി അറ്റ് ദാറ്റ് പൊസിഷൻ. ഒരു +2 എത്തുന്നതോടുകൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, വളരെ കിടിലനായിട്ടുള്ള മറ്റുള്ള കുട്ടികളെക്കാൾ വേറിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് പ്രോബ്ലംസും കാൽക്കുലേഷൻസ് ചെയ്യുന്ന, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് മക്കളായിട്ട് നമ്മളുടെ ഈ ഫൗണ്ടേഷൻ ബാച്ചിലെ കുട്ടികൾ മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കും ഉറപ്പുണ്ടാവണം, നമ്മളുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ കൂടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലായിട്ട് മാറിയിട്ടുണ്ടാകും. അത് ഞങ്ങളുടെ ഉറപ്പാണ്. സോ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, മിസ്സാക്കരുത്. നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ കൂടെ നിൽക്കുക. അപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കാൻ റെഡിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ടുഗെദർ.